ഞാൻ കുറെ കാലത്തേക്ക് ഒരു രോഗിയായിരുന്നു. രോഗമുക്തനാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ എൻ്റെ രോഗത്തിൻ്റെ വലിപ്പം ഒന്നും അവർ അത്രത്തോളം എന്നോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വലിപ്പം ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ചികിത്സിക്കുക, അതുപോലെ ഒരു അത്ര നല്ലതല്ലാത്തൊരു രോഗം നമ്മുടെ ശരീരത്തിനെ ബാധിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ ആദ്യകാലത്തുണ്ടാവും. പിന്നെ നമ്മളത് പഠിച്ചിരിക്കും. പക്ഷെ ഞാനത് പറയും. അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ മമ്മൂക്ക അദ്ദേഹത്തിന്റെ അസുഖത്തെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇത് കൈരളി TV-യിൽ കുറെ ഡോക്ടേഴ്സിന് ഉള്ള ഒരു അവാർഡിന്റെ ഒരു ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോഴാണ് നമ്മുടെ മമ്മൂക്ക വന്നിട്ട് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. സോ ശരിക്കും നമുക്ക് കേട്ടിരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മളൊക്കെ ചിലപ്പോൾ മറന്നു പോകുന്ന, അങ്ങനെ എന്താ പറയുക, ഭയങ്കര പോസിറ്റീവ് എനർജി നമുക്ക് തരുന്ന ഒരു എന്താ പറയുക, ഒരു പ്രസംഗമായിരുന്നു. ഇത്ര നന്നായി മമ്മൂക്കയ്ക്ക് സംസാരിക്കാൻ അറിയുമെന്ന് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ ഇതുവരെ ആളുടെ ഇങ്ങനെ പ്രസംഗങ്ങളോ കാര്യങ്ങളോ ഒന്നും കേട്ടിട്ടില്ല. സോ നമ്മളെ പിടിച്ചിരുത്തുന്നതാണ്. അപ്പൊ കാണാത്തവരാണെങ്കിൽ ഇത് മുഴുവനായിട്ടൊന്ന് കാണുക. ഞാൻ എന്തായാലും ഇവിടെ വെച്ച് തരാം ഗൈസ്. അപ്പൊ നമുക്ക് അതിലേക്കൊന്ന് ഒന്ന് കണ്ടു നോക്കാം. ഡോക്ടേഴ്സ് അവാർഡ് വളരെ മനുഷ്യത്വപരമായ ഒരു അംഗീകാരമാണ്. ദൈവത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഡോക്ടർമാരെന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. ഡോക്ടർ പോലും അവസാനം നമ്മളോട് പറയാറുണ്ടല്ലോ, പ്രാർത്ഥിക്കുക. അപ്പോൾ ഡോക്ടറാണ് നെക്സ്റ്റ്, പിന്നെ അതിനുശേഷം വേണം നമ്മൾ ദൈവത്തിന് പ്രതീക്ഷിക്കുക. ഇതൊരു പുരസ്കാരമായിട്ടല്ല കണക്കാക്കേണ്ടത്, ഇതൊരു നിവേദ്യമായിട്ടാണ്. നമ്മുടെ ഡോക്ടർമാരെ കാണപ്പെടുന്ന ദൈവമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ അവർക്ക് നമ്മൾ നൽകുന്നത് പുരസ്കാരങ്ങളല്ല, നിവേദ്യമാണ്, പ്രാർത്ഥനകളാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സംസ്ഥാന സർക്കാർ ആശുപത്രി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ TK ജയകുമാറിനാണ് സർക്കാർ ആശുപത്രി ഡോക്ടർമാർക്കുള്ള പുരസ്കാരത്തിന് അർഹനായത്. അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞപ്പോൾ മനോജ് വെളനാട് ഒരുപാട് വാചാലനായിരുന്നു. അതിൽ തന്നെ പക്ഷേ ഡോക്ടർ ജയകുമാറിൻ്റെ മഹത്വം നമ്മൾക്ക് മനസ്സിലാവും. ഹൃദയം മാറ്റിവെക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടുകേഴ്വിയേ ഉള്ളൂ. ഒരു കാലത്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും മാറ്റിവെക്കാൻ സാധിക്കാതെ നമ്മുടെ പൂർവികരായ ഒരുപാട് മനുഷ്യർ നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ വളർച്ച ഇത്രത്തോളം എത്താത്ത കാലത്ത് വളരെ ചെറുപ്പത്തിലെ നിസ്സാര രോഗങ്ങളുടെ പേരിൽ ലോകം വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതല്ല. ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ വളർച്ച നമ്മുടെ ആയുസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ലോഞ്ചിവിറ്റി 70-നും 80-നും അടുത്തൊക്കെ എത്താറായി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് 40-45 വയസ്സ് വരെ ആയിരുന്നു നമ്മുടെ ലോഞ്ചിവിറ്റി. അതിന് പ്രധാനപ്പെട്ട ഒറ്റ കാരണം നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിന് നമ്മുടെ നാട്ടിലുണ്ടായ വളർച്ചയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ കണ്ടുപിടുത്തങ്ങൾ പോലും അതിനെപ്പറ്റി അന്വേഷിച്ച് കണ്ടുപിടിച്ചത് പരിശീലിച്ച് നമ്മുടെ രോഗികൾക്ക് ആ ചികിത്സ എത്തിക്കുന്ന ഡോക്ടർമാരാണ് നമ്മളെ കൂടുതലും. ഞാൻ കുറെ കാലത്തേക്ക് ഒരു രോഗിയായിരുന്നു. രോഗമുക്തനാണെന്നാണ് എൻ്റെ വിശ്വാസം. ആ സമയത്ത് എനിക്കുണ്ടായ ചികിത്സയും ഡോക്ടർമാരും മറ്റു നഴ്സുമാരും പരിചാരകരും ഒക്കെ എന്നെ ശുശ്രൂഷിച്ചതൊക്കെയാണ് ഓർക്കുന്നത് ഇപ്പോഴും. ഞാനൊരു പ്രമുഖനായതുകൊണ്ട് മാത്രമായിരുന്നില്ല. ഞാൻ എൻ്റെ രോഗത്തിൻ്റെ വലിപ്പം ഒന്നും അവർ അത്രത്തോളം എന്നോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വലിപ്പം ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ചികിത്സിക്കുക, അതുപോലെ ഒരു അത്ര നല്ലതല്ലാത്തൊരു രോഗം നമ്മുടെ ശരീരത്തിനെ ബാധിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ ആദ്യകാലത്തുണ്ടാവും. പിന്നെ നമ്മളത് പഠിച്ചിരിക്കും. ഡോക്ടർമാരും രോഗികളുമായിട്ടുള്ള ബന്ധം. ഒരു ഡോക്ടറും എന്നോടൊരു പിന്നെ നെഗറ്റീവായിട്ടൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. കേൾക്കുമ്പോൾ പേര് കൊണ്ട് പേടിപ്പിക്കുന്നതാണെങ്കിലും അവരെന്നെ ഒന്നും പറഞ്ഞ് പേടിപ്പിച്ചിട്ടില്ല. അല്ല, ഞാൻ രോഗി എന്ന നിലയിൽ പറയുകയാണ്. അപ്പോൾ ഒരു ഹൃദയം മാറ്റിവെക്കാൻ ഒരു രോഗിയോട് പറയുമ്പോൾ എനിക്ക് എന്താ പറയുക, ഞാൻ എൻ്റെ ഹൃദയം എടുത്തു തരും, അല്ലെങ്കിൽ ചങ്കെടുത്ത് കാണിച്ച ചെമ്പരത്തി പൂവാണെന്നൊക്കെ നമ്മൾ എന്ത് നിസ്സാരമായിട്ടാണ് പറയുന്നത്. ചങ്ക് എടുത്ത് നോക്കിയാലല്ലേ അറിയുള്ളൂ എൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ പലരും നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ വല്ല
മൃഗങ്ങളുടെയൊക്കെ കണ്ടതല്ലാതെ മനുഷ്യൻ്റെ ഹൃദയമൊന്നും നമ്മുടെ അടുത്ത് കണ്ടിട്ടുണ്ടാവുന്ന ഡോക്ടർമാരല്ലാതെ വേറെ ആരും വേണമെങ്കിൽ ഒരു ഓപ്പറേഷൻ കാണാൻ വേണ്ടി ഒരു ആങ്സൈറ്റോ ഒരു എക്സൈറ്റ്മെൻറ്റോ കൊണ്ട് പോയി കാണുന്നവരല്ലാതെ ഇങ്ങനെ കയ്യിലിരിക്കുമ്പോൾ ഇത് തുടിക്കുന്നുണ്ടാവുമല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ ജീവനോടെ നമ്മൾ ഈ എല്ലാവരും ഈ ഇരിക്കുന്ന ആൾക്കാരുടെ ഹൃദയങ്ങളെല്ലാം തുടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഹൃദയത്തിനെ കുറച്ചു നേരം എനിക്ക് തോന്നുന്നത് ഹൃദയത്തിനെ മരിപ്പിച്ചിട്ടായിരിക്കണം കുറേ നേരം ഇത് മാറ്റിവെക്കുന്നത്, അല്ലേ ഡോക്ടറെ? അതെ, പൂർണ്ണമായിട്ടും നമ്മൾ എന്നിട്ടത് വേറെ അത് മുറിച്ചു മാറ്റിയിട്ട് വേറെ ഹൃദയത്തിലേക്ക് എടുത്തു വയ്ക്കുന്ന ആ പ്രക്രിയ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ സമയത്ത് 2 രോഗികളും എടുക്കുന്ന ആൾ ഏതായാലും മരിക്കാനുള്ളതാണ്, പക്ഷെ വെക്കാനുള്ള ആളും അതേപോലെ അയാളുടെ ഉള്ള ഹൃദയവും മുറിച്ചു മാറ്റുന്നുണ്ട്. അല്ല, എത്രത്തോളം എടുക്കുന്നു, എന്ത് ഭാഗങ്ങളാണെന്നും എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷെ അത് നമ്മൾ സങ്കല്പിച്ച് നോക്കിയാൽ അതിന് കൈവിറയ്ക്കാതെ ചെയ്യുന്ന ഒരു ചെറിയ കൈപ്പിഴ പോലും ഒരു ജീവൻ നഷ്ടപ്പെടുത്തി കളയാം. ഒരു കൈപ്പിഴ, ഒരു വിറവല്, ഒരു തുപ്പ്. ഇവിടെ മമ്മൂക്ക പറയുന്ന കുറച്ചധികം കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളൊക്കെ മറന്നു പോകുന്ന അല്ലേ? കാരണം ശരിയാണ്, നമ്മൾ ഡോക്ടേഴ്സിനെ ദൈവതുല്യരായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പം എന്താ പറയുക, നമ്മുടെ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ എൻ്റെ അച്ഛനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മരത്തുനിന്ന് വീണതാണ് ആള് മരത്തിൽ നിന്ന് വീണ് 3 പൊട്ടലുണ്ടായിരുന്നു നടുവിന്. അപ്പം വീണ്ടും അത് എണീക്കില്ല എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ആ ഒരു സ്ഥലത്ത് കുറേ അധികം ആൾക്കാർ ഇങ്ങനെ ആ ഒരു സമയത്ത് തന്നെ മരത്തിൽ നിന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഓപ്പറേഷൻ ചെയ്തതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ എണീറ്റ് നടക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ കിടപ്പിൽ തന്നെ എഴുന്നേക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, കാരണം ഞങ്ങളുടെ അവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, കല്ലാറ്റ്. ഞങ്ങൾ നെടുങ്കണ്ടം, ഇടുക്കി നെടുങ്കണ്ടം എന്ന് പറയുന്ന കട്ടപ്പനയ്ക്ക് അടുത്ത് ആണ് ഞങ്ങൾ താമസിക്കുന്നത്, ഒരു 1 hour ഫ്രം കട്ടപ്പന. അപ്പോൾ അവിടെ കല്ലാറ് ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടേക്കാണ് എൻ്റെ അച്ഛനെ കൊണ്ടുപോയത്. അപ്പോൾ ഇതിന് മുന്നേ 2 ആൾക്കാർ ആ ഒരു ടൈം തന്നെ ഇങ്ങനെ മരത്തിൽ നിന്ന് വീണായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പം ഇവിടെ ഓപ്പറേഷൻ നടത്തിയിട്ട് അവർ പിന്നെ എണീറ്റിട്ടില്ല. സോ എൻ്റെ അച്ഛനെ കൊണ്ടുപോയപ്പോൾ തന്നെ നമ്മുടെ ഫാമിലിയിൽ കുറേ പേർക്കൊക്കെ പെട്ടെന്ന് പറഞ്ഞു വേണ്ട, ഓപ്പറേഷൻ ചെയ്യണ്ട എന്നുള്ളത് പറഞ്ഞു. പിന്നെയാണ് കണ്ടുപിടിച്ചത് അവിടെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവർ കുറേ പൈസ വാങ്ങിക്കുകയും നമ്മുടെ പിന്നെ സ്പൈനൽ കോഡിൻ്റെ ആ ഒരു എൻഡ് അവർ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അപ്പം പിന്നീട് അവർക്ക് പിന്നെ ഭാവിയിലേക്ക് ഒരിക്കലും നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് 2 കാലിൻ്റെ സ്വാധീനം കുറയുമായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ എൻ്റെ അച്ഛനെ എന്താ പറയുക അവിടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഇപ്പം അവർ അതായത് ചില സമയങ്ങളിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഡോക്ടേഴ്സിൻ്റെ കയ്യിലാണ് എന്ത് കാര്യങ്ങളും. അപ്പം അങ്ങനെ അവിടേക്ക് കൊണ്ടുപോയി. അങ്ങനെ അപ്പം ഞങ്ങൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ ഇത് ഓപ്പറേഷനും കാര്യങ്ങളും ഒന്നും ചെയ്യണ്ട. ഞങ്ങൾ അപ്പം കുറച്ച് ആൾക്കാർക്കൊക്കെ ഇവിടെ കോട്ടയത്തൊക്കെ ഞങ്ങളുടെ കസിൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, പാർട്ടിയിലൊക്കെ ഒരു ഇതുണ്ടായിരുന്നതുകൊണ്ട് അപ്പോൾ നമുക്ക് അവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഹോസ്പിറ്റലിലേക്ക് ഇവരോട് പറഞ്ഞു നമ്മൾ ഇങ്ങനെ ഞങ്ങൾക്ക് ആംബുലൻസ് വിട്ടു തരണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു വിട്ടു തരാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ കടന്ന് കുറേ വഴക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം ആ ഹോസ്പിറ്റലുകാർ അപ്പോഴാണ് ഞങ്ങൾക്കൊരു ആംബുലൻസ് ഒക്കെ വിട്ടു തന്നത്. അങ്ങനെ ഞങ്ങൾ ആംബുലൻസിൽ കിടത്തി അച്ഛനെ കോട്ടയം വരെ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. അവിടെ വന്നപ്പോൾ അവിടെ ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ടായിരുന്നു, അതായത് ഈ നട്ടലിൻ്റെ ഒക്കെ സ്പെഷ്യലിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ആ പുള്ളിയാണ് നമ്മളോട് പറയുന്നത് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊന്നും വീണ്ടും എണീക്കില്ല എന്നുള്ള സംഭവമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നു. അതുപോലെ തന്നെ പിന്നീട് അവിടെ വന്നിട്ടുള്ള കുറേ കേസുകളും കാര്യങ്ങളും ഒക്കെ അവിടെ ലൈക്ക് സിസേറിയനൊക്കെ വരുമ്പോഴത്തേക്ക്, അതായത് ഈ പ്രസവത്തിനൊക്കെ വരുമ്പോൾ എല്ലാവർക്കും സിസേറിയനാണ്. അപ്പോൾ അത് ഈ സിസേറിയൻ എന്ന് പറഞ്ഞാൽ പ്രസവത്തെക്കാളും കുറച്ച് പൈസ കിട്ടും, അങ്ങനെ ഒരു തട്ടിപ്പ് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ആക്ച്വലി ആ ഒരു ഭാഗത്തെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലാണത്, കല്ലാറ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ. അപ്പം ഇടുക്കിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ മനസ്സിലാവും. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളൊരു ഭാഗ്യത്തിനാണ് നിങ്ങൾ ആളെ ഇരുത്തി കൊണ്ടുവരുന്നിരുന്നെങ്കിൽ അത്രയും ദൂരെ ഇരുന്ന് വരുമ്പോഴത്തേക്ക് പിന്നെ ഒരിക്കലും കാലിൻ്റെ സ്വാധീനം പോയേനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിന് അങ്ങനെയാണ് നമ്മൾ ആംബുലൻസിൽ കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ ആ ഡോക്ടറാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ഇത് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ദൈവതുല്യനായിട്ട് ഞങ്ങൾ ഇപ്പോഴും കാണുന്ന ആ ഒരു ഡോക്ടറാണ്. അപ്പോൾ ആ പുള്ളി ഇങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും മരുന്നൊക്കെ കൊടുത്ത് അങ്ങനെ
ആൾ എണീറ്റ് പതിയെ പതിയെ നടക്കാൻ, ഇപ്പം നടക്കില്ല എന്ന് പറഞ്ഞ ഒരാൾ പിന്നെ പതിയെ പതിയെ നടക്കാനും തുടങ്ങി. അപ്പം ആ ഒരു ഡോക്ടർ ഞങ്ങൾക്ക് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആയുർവേദത്തിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തു. അപ്പം അങ്ങനെ ഇപ്പം ആള് കൃഷിയാണ് അച്ഛൻ്റെ ജോലി. അപ്പം ആള് ഇപ്പം കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ കുനിയാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ആ ഒരു ടൈമിലാണെങ്കിലും എൻ്റെ അച്ഛൻ ഓരോ ഏലത്തിൻ്റെ മൂട്ടിൽ നിന്ന് അടുത്ത ഏലത്തിലേക്ക് ഇങ്ങനെ ചാക്കിട്ട് നിരങ്ങിപ്പോവായിരുന്നു. അങ്ങനെ പണി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആള് കിടന്നു പോയിരുന്നെങ്കിൽ ആള് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തളർന്നേനെ. അപ്പം ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ഉണ്ടായിരിക്കും ലൈഫിൽ പറയാനായിട്ട്. സോ യെസ്, നമ്മളിപ്പം മമ്മൂക്ക പറയുമ്പോഴാണ് നമ്മളതൊക്കെ മനസ്സിൽ കൂടി ഇങ്ങനെ ആലോചിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും അതാണ് നമ്മളിപ്പോൾ അവരെ ഒരു അംഗീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ യെസ് ഓഫ് കോഴ്സ് ഇതൊക്കെ നമ്മൾ എന്താ പറയുക, നമുക്കൊക്കെ അറിയാം. പക്ഷെ നമ്മളൊന്നും അങ്ങനെയൊന്നും ചിന്തിച്ച് കാണത്തില്ല. പക്ഷെ എനിക്ക് ഈ ഒരു സംഭവം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കൂടി വന്നൊരു കാര്യമാണ്. അപ്പോൾ ഇനി ഞാൻ ഒന്നും കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു എന്താ പറയുക, ഈ ഒരു പ്രസംഗം നിങ്ങളൊന്ന് കേട്ട് നോക്കുക ഗൈസ്. ഒരു ദീർഘശ്വാസം പോലും നമ്മുടെ പ്രിസിഷൻ മാറിപ്പോകും. അത്രത്തോളം സൂക്ഷിച്ച് ജീവൻ തയ്ച്ചു കയറ്റുന്ന വലിയ വലിയ സാഹസികരാണ് ഈ ഡോക്ടർമാർ. എല്ലാത്തരം ശസ്ത്രക്രിയയും ഞാനിങ്ങനെ പറഞ്ഞു. പക്ഷേ ഹൃദയം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമല്ലേ. ഹൃദയമില്ലെങ്കിലില്ല. ഹൃദയമില്ലാത്ത മനുഷ്യരുണ്ട്, പക്ഷേ ഹൃദയം പ്രവർത്തിക്കാത്ത മനുഷ്യനായിട്ട് ജീവിച്ചിരിക്കാൻ പറ്റില്ല. ഇത് 12 പേർക്ക് ഹൃദയം മാറ്റിവെച്ച, സാധാരണ നമ്മുടെ ഈ സർക്കാർ ആശുപത്രികളിൽ ആളുകൾ പോകുന്നില്ല, പ്രൈവറ്റ് ആശുപത്രിയിലേ പോകുള്ളൂ. അവിടെയൊന്നും ഹൃദയം മാറ്റി വയ്ക്കാൻ പറ്റില്ല. ഇവർ ഹൃദയം എടുത്ത് മാറ്റി വെച്ചിട്ട് 2 ദിവസം കിടന്നുറങ്ങുമോ, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരാണ്. പക്ഷേ അതൊന്നും സത്യമല്ല കേട്ടോ. നമ്മൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകുന്നതും സൗകര്യത്തിന് വേണ്ടി പോകുന്നതെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് സൗകര്യക്കുറവൊന്നും മറ്റു ഹോസ്പിറ്റലിലോ ഡോക്ടർമാരുടെ ചികിത്സയിലോ ഒന്നും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഞാനും ഇത് ഒരു തൊഴിൽ ചെയ്യുന്ന ആളാണ്. എന്നെ ഒരു സിനിമയ്ക്ക് ബുക്ക് ചെയ്യാമെന്ന ആളോട്, അല്ലെങ്കിൽ ആൾക്ക് ഞാൻ അഭിനയം കുറച്ച് കളയും, ഞാൻ ഉഴപ്പിക്കളയുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. ഞാനങ്ങനെ ചെയ്യാറുമില്ല. എനിക്കങ്ങനെ ഒരു റെക്കമെൻഡേഷൻ, നമ്മുടെ സുഹൃത്താണ് അതിൻ്റെ പ്രൊഡ്യൂസർ, നിങ്ങൾ നന്നായിട്ടൊന്ന് അഭിനയിച്ച് കൊടുത്തേക്കണേ എന്നൊന്നും പറയേണ്ട കാര്യം എന്നോടില്ല. എൻ്റെ ജോലിയാണ്. അതിനെക്കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യും. അത് തന്നെയാണ് എല്ലാ ഡോക്ടർമാരും ചെയ്യുന്നത്. അപൂർവം 1-2 മനുഷ്യരല്ലേ, എല്ലാ തരത്തിലുള്ള ആളുകളുണ്ടാവില്ലെന്നല്ല. പക്ഷേ ഏറ്റവും ഭൂരിഭാഗമല്ല, ഏറ്റവും കൂടുതൽ ആളുകളും നല്ല ആളുകളാണ്, നല്ല ഡോക്ടർമാരാണ്. ഡോക്ടറാകാൻ വന്ന ആൾ ഇത് സ്മഗിൾ ചെയ്യാനോ കള്ളക്കടത്ത് നടത്താനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒന്നുമല്ലല്ലോ ഡോക്ടറായത്. ചികിത്സിക്കാനല്ലേ. അവർ ചികിത്സിക്കുക തന്നെ ചെയ്യും. ചികിത്സിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഡോക്ടറാകുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ആക്ടർ എന്ന നിലയിൽ അഭിനയിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു എൻജോയ്മെൻറ്റും ഇല്ല. അതുപോലെ തന്നെയാണ് ഡോക്ടർക്കും. ചികിത്സയ്ക്ക് ഇപ്പോൾ സർജനാണെങ്കിൽ സർജറി ചെയ്യുന്നത് തന്നെയാണ് അയാൾക്ക് ഏറ്റവും വലിയ ആനന്ദം. രാവിലെ ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴും വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോഴും ഇതിനെപ്പറ്റി ചിന്തിക്കുകയോ അല്ലെ അതിനെക്കുറിച്ച് എന്തെങ്കിലും പഠിക്കുകയോ തന്നെ ആയിരിക്കും ഈ ഡോക്ടർ ചെയ്യാൻ. ഞാൻ പറയുന്നത് തെറ്റുണ്ടോ? ഉണ്ടോ? അതുപോലെയാണ് ഏത് തൊഴിലും. അദ്ദേഹം തന്നെയാണ് ഈ അവാർഡിന് അർഹൻ. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. വളരെ സന്തോഷം. ഈ സന്നദ്ധ സേനാ വിഭാഗം ഡോക്ടർ ലുലു മാത്യൂസ് പാലിയേറ്റീവ് പരിശീലകയാണ്. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. പിന്നീടാണ് പാലിയേറ്റീവ് ട്രെയിനിങ് എടുത്ത്. കോഴിക്കോട് നിന്നാണ്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിൽ നിന്നാണോ? കോഴിക്കോട് മെഡിക്കൽ കോളേജ് അവിടെ നിന്നാണോ? ഞാൻ പറഞ്ഞു പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പേട്രനാണ് ഞാൻ. ഇപ്പം എൻ്റെ സ്റ്റുഡൻ്റാണ്. ഞാനവിടെ വന്നത് പാലിയേറ്റീവ് കെയർ അവിടെ വന്നതാണ്. ആ സമയത്ത് സൊസൈറ്റിയിൽ വന്ന അവിടെ കോഴിക്കോട് വന്നതാണ്. ആ പാലിയേറ്റീവ് എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതി കേരളത്തിലൊന്നും അത്ര പരിചയമില്ല. അത് കൊണ്ടുവരികയും ഒരുപാട് പേർക്ക് പരിശീലിപ്പിക്കുകയും അതൊരു ആധുനിക ചികിത്സാ മാർഗമാണ്. ചികിത്സയല്ല, അത് സാന്ത്വന ചികിത്സയാണ്. അതിന് മരുന്നങ്ങനെയോ കാര്യമായിട്ടില്ല. അല്ല മോർഫിൻ, അങ്ങനെ വേദനാസംഹാരികൾ മാത്രമേ ഉള്ളൂ. ചികിത്സ എന്ന് പറയുന്ന സാന്ത്വനം, ഡോക്ടർമാർ പറയുന്ന പോലെ തന്നെയല്ല, ചികിത്സയും സാന്ത്വനവും വേണം. നമ്മളവരെ ആശ്വസിപ്പിക്കണം. വേദനയുള്ള ആൾക്കാരോട് പറയണം ഇതൊന്നും കുഴപ്പമില്ല, ഇപ്പോൾ മാറുമെന്ന് പറഞ്ഞ് നമ്മൾ സമാധാനിപ്പിച്ചില്ലെങ്കിൽ ഒരു രോഗി പോലും രക്ഷപ്പെട്ടു പോകില്ല. കാരണം
ജീവിതത്തിൽ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ മരിക്കുന്നത് തന്നെ പരലോകം ഉണ്ടെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്, അല്ലേ? അതുകൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു നമ്മുടെ അവസ്ഥ? അപ്പോൾ ആ പ്രതീക്ഷകൾ ഒട്ടും കൈവിടാതിരിക്കാൻ വേണ്ടി എല്ലാ ആളുകളും, ഇപ്പോൾ എനിക്കറിയാവുന്ന 1-2 പേർക്ക് അവർക്ക് ഈ സ്ട്രോക്കൊക്കെ വന്നാലേ പാലിയേറ്റീവ് കെയർ തന്നെ പറ്റുള്ളൂ. ഹോസ്പിറ്റലിൽ ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് പണച്ചെലവ് കൂടുതലാണ്, പിന്നെ നോക്കാൻ ആളുകൾ വേണം. പാലിയേറ്റീവിനെ സംബന്ധിച്ചിടത്തോളം രോഗികളും രോഗിയുടെ ബന്ധുക്കളും രോഗികളുടെ അടുത്ത ആൾക്കാരും രോഗം മാറിയവരും രോഗത്തിന് വലിയ കാഠിന്യമില്ലാത്തവരും ഒക്കെ തന്നെയാണ് അതിൻ്റെ വോളണ്ടിയർമാരായിട്ട് കൂടുതലും പ്രവർത്തിക്കുന്നത്. റൈറ്റ്? അത് തന്നെ വലിയൊരു അത്ഭുത ലോകമാണ്. ഞാൻ ഈ പാലിയേറ്റീവ് കെയറിൽ പോകുന്നത് എനിക്ക് വലിയ വിഷമമാണ്. കാരണം ഇത് നമ്മളിതിൻ്റെ പേട്ടറാണെന്നൊക്കെ പറഞ്ഞ് കഴിയാമെന്നല്ലാതെ അവിടെ പോയി നിൽക്കാനും ഇത് കണ്ടു നിൽക്കാനും ഒക്കെ ഉള്ള മാനസികാവസ്ഥയിലുള്ള ആളല്ല ഞാൻ. അതുകൊണ്ട് അധികം നേരം ഞാൻ പോകില്ല. ഈ കുട്ടികളുടെ അവസ്ഥയും ഇവർക്കൊന്നും നമ്മളെപ്പോലെ അന്നൊക്കെ അത്രത്തോളം സാമാന്യ ജനത്തിനുള്ള സാമാന്യമായ ആരോഗ്യമല്ല എന്നുള്ള അറിയുമ്പോൾ വിഷമമുണ്ടാകും. പക്ഷെ എന്നാലും അതിന് ഇറങ്ങുന്ന ആളുകൾ വളരെ വളരെ വലിയ മനസ്സുള്ളവരായിരിക്കണം. അതിൻ്റെ ഒരു ഡോക്ടർക്ക് തന്നെ ഈ അവാർഡ് കൊടുക്കുകയും എനിക്ക് പറഞ്ഞാൽ അറിയുന്ന ഒരാളാണ് എന്നറിയുന്നതിലും വളരെ സന്തോഷമുണ്ട്. കൺഗ്രാജുലേഷൻസ്. ഇതൊരു അവാർഡല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞങ്ങളുടെ ഒരു നിവേദ്യമായിട്ട് കണ്ടാൽ മതി. പിന്നെ പറയാനുള്ളത് മനോജ് വെള്ളനാടിനോടാണ്. മനോജ് വെള്ളനാട് ഒരു വലിയ മാതൃകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊരു മനസ്സിലൊരു ആഗ്രഹം തോന്നിയാൽ ലോകം മുഴുവൻ ആഗ്രഹം സാധിച്ചു തരാൻ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പൈലോക്കേലോയെ പറ്റി പറഞ്ഞ് എല്ലാവരും ആവർത്തിച്ച് പറയുമെന്നല്ലാതെ അങ്ങനെ ആരും ശ്രമിക്കാറില്ല. ചിലർ ഭയങ്കര നിരാശരാകും, ഡിപ്രഷൻ ഉണ്ടാകും, പിന്നെ അതിന് മരുന്ന് കഴിക്കുക. അങ്ങനെ അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ലക്ഷ്യം നിറവേറ്റാൻ നല്ല മാർഗങ്ങളിലൂടെ ഏത് പരിശ്രമവും ഏത് കഠിനശ്രമങ്ങളും എന്തെല്ലാം പരാജയങ്ങളും എന്തെല്ലാം തിരിച്ചടികളും ഉണ്ടായാലും അതിനെയെല്ലാം അതിജീവിക്കാനും നേരിടാനുമുള്ള ഒരു കരുത്തുണ്ടാവുകയും നമ്മളത് നേടിയെടുത്തതിന് ശേഷം നമ്മളത് ആഘോഷിക്കാതെ അത് ആസ്വദിക്കാതെ അതൊരു ചുമതല എന്ന നിലയിൽ നിർവഹിച്ചു പോകുന്നയാളാണ് ഡോക്ടർ മനോജ് വെള്ളനാട്. അദ്ദേഹം ഡോക്ടറായിട്ട് ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന് അത് ആഗ്രഹം ഉണ്ടാകും. വേറെ ചില ഡോക്ടർമാരിപ്പോൾ 4 ചില വലിയ കെട്ടിടങ്ങളിലൊക്കെ ജീവിക്കുന്നുണ്ടാകും, അതില്ല. പക്ഷേ മനോജിനെ സംബന്ധിച്ചിടത്തോളം ആതുര ശുശ്രൂഷ, ആതുര സേവനം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അത് അദ്ദേഹം നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു ലക്ഷ്യത്തിൽ എത്തി അവിടെ ഇറങ്ങി നിൽക്കുകയല്ലല്ലോ ചെയ്യുന്നത്. ഇറ്റ്സ് ഗോയിങ് ഓൺ. അതൊരു പ്രോസസ്സാണ്, ഒരു യാത്രയാണ്. ആ യാത്രയിൽ മനോജിൻ്റെ മോൻ വളരെ വളരെ ക്യൂട്ടായിട്ടുള്ള കുട്ടിയാണ്. ഞാൻ അവനോട് ചോദിച്ചു, അച്ഛനെ പോലെ ഡോക്ടറാവണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ചെറുക്കളം വലിയ ഡോക്ടറാവണം. നല്ല കുടുംബമാണ്, നന്നായിരിക്കട്ടെ. വാക്സിൻ വിരോധികളോട് ഈ ഡോക്ടർ ഭയങ്കരമായി പടവെട്ടുന്ന ആളാണ്. ഒരു സുഹൃത്ത് ഒരു വാക്സിൻ വിരോധിയാണത്രേ. അദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെടുത്തണം എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ കൊള്ളാം. ഇതാ ഇനിയുള്ള വാക്സിനുകൾ പുതുതായിട്ട് വരുമ്പോൾ ആദ്യം തന്നെ വാങ്ങിച്ചോളാം എന്ന് കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വാക്സിൻ വിരോധം നല്ലതല്ല എൻ്റെ മാണി. ഇനിയുള്ളത് നമ്മൾ ആദരിക്കേണ്ട ആൾ ജീവിച്ചിരിപ്പില്ല. ആ കുട്ടി അറിഞ്ഞിട്ടില്ല അവളെ ഇത്രയും പേര് ആദരിക്കുന്നത്. അവൾ ചെയ്ത മഹൽകൃത്യം അവൾ അറിഞ്ഞിട്ടില്ല. അവൾ ചെയ്ത ത്യാഗം, അവൾ ചെയ്ത സേവനം ഒന്നും അവൾക്ക് മനസ്സിലായിട്ടില്ല. അവൾ ഓർക്കുക പോലുമില്ല. ഒരുപക്ഷെ നമ്മളൊക്കെ വിശ്വസിക്കുന്നതോ വിചാരിക്കുന്നതോ പോലെ മറ്റു ലോകത്ത് അവൾ വളർന്ന് വലിയ കുട്ടിയായി വലുതാവുമ്പോൾ അവളിതൊക്കെ ഓർത്തിച്ചിരിക്കുന്നുണ്ടാവും. ഞാൻ ഒരാളല്ല, ഞാൻ 5 പേരാണ്. 5 പേരിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. വലിയൊരു ആശയമാണത്. നമ്മൾ സാധാരണ എല്ലാവരും അവയവദാനത്തിനൊക്കെ എഴുതി കൊടുക്കുമല്ലോ. ഈ കുട്ടി എഴുതി കൊടുത്തിട്ടില്ല. അവളുടെ അച്ഛനും അമ്മയാണ് തീരുമാനിച്ചത്.
ഒരു കുട്ടി നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന ആശയോടെ ആഗ്രഹത്തോടെ വളർത്തിക്കൊണ്ടുവരുന്ന കുട്ടിക്ക് വിധി നമുക്ക് ചികിത്സിച്ച് പൂർത്തിയാക്കാൻ പറ്റാത്തൊരു രോഗം വന്ന് മരിച്ചു പോകുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമമുണ്ടാവും, വേദനയുണ്ടാവും, അതിനെ പിരിയാൻ ഒരുപാട് ദുഃഖമുണ്ടാവും. പക്ഷെ ഇങ്ങനൊരു കടുത്ത തീരുമാനമെടുക്കാൻ സാധാരണ മനുഷ്യൻ്റെ മനസ്സല്ല വേണ്ട. ഒരു എന്താ പറയുക, ഇത്രത്തോളം മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു വലിയ മാതൃകയാണ്. നമുക്കൊന്നും ഒരുപക്ഷെ അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ല എന്ന് വരാം, നമുക്കൊന്നും അത്ര വലിയ മനസ്സുണ്ടായി എന്ന് വരില്ല. നിങ്ങൾക്ക് തരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ തരുന്നൊരു അവാർഡല്ല ഇത്. നിങ്ങളുടെ മനുഷ്യത്വത്തിന് മുമ്പിൽ കൈരളി നൽകുന്ന പ്രണാമമാണ്, ആദരം.